നീ ഇപ്പൊ പഴയ പോലെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കണമെന്നും കേൾക്കുന്നില്ലല്ലോ. എന്തേ പ്രതീക്ഷയൊക്കെ പോയാ? പ്രതീക്ഷ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്. കിരീടം പോയിട്ട് ഒരു പ്ലേ ഓഫ് പോലും കാണാത്ത ഒരുപാട് സീസണുകൾ എണ്ണി തീർത്തിട്ടുണ്ട്. ഉറക്കം പോലും കിട്ടാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. ആവറേജിലും താഴെ മാത്രം നിൽക്കുന്ന ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഭ്രാന്തന്മാർ എന്ന് വരെ കേട്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടത്തിയ ഒരു കുതിപ്പുണ്ടല്ലോ. വമ്പന്മാരായിരുന്ന എല്ലാരെയും വിറപ്പിച്ച് മൊട്ടുകുത്തിച്ചൊരു ടീം, ശക്തരായ കളിക്കാരും ബുദ്ധിമാനായ പരിശീലകനും ഒക്കെയായി ചരിത്രങ്ങൾ സൃഷ്ടിച്ച ദിവസങ്ങൾക്ക് ശേഷം നമ്മളൊക്കെ കണ്ട സ്വപ്നത്തിന്റെ ഇത്രയും അടുത്ത് വരെ എത്തിയിട്ട് എല്ലാം പോയപ്പോ പരിശീലകനും വൻമതിലും ഗ്രീക്ക് ദേവനും ഒക്കെ പോയി. ഇനി എല്ലാം ഒന്നേന്ന് തുടങ്ങണം. അങ്ങനെ തുടങ്ങാൻ പറ്റിയ ഒരു കളിക്കാരനെ ഞാൻ ഇതുവരെ ആ ടീമിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഒരുത്തനുണ്ടെങ്കിലോ? ദിമിത്രിയോസ് ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളിയെ വിറ്റ് തൊലിച്ചു. അങ്ങേരെ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയറിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാനാ നടന്നത് തന്നെ. അങ്ങനെ ദിമിത്രിയോസിനെ റീപ്ലേസ് ചെയ്യുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വരുന്നവൻ നമുക്ക് അപരിചിതനുമല്ല, ആളത്ര വെടുപ്പുമല്ല. മറ്റത് ഗ്രീക്ക് ദേവനായിരുന്നെങ്കിൽ ഓവർ ഹൈപ്പ് ആവോ? ഇത് മൊറോക്കൻ ഇബിലീസ് ആണ്. FC ഗോവയുടെ ഏറ്റവും അപകടകാരിയായിരുന്ന ദ മോസ്റ്റ് എക്സ്പ്ലോസീവ് വെപ്പൺ നോവ സദോ. ഇരച്ചെത്തിയ തിരക്ക് ഒരേ ഒരു പേരേ ഉള്ളൂ, നോവ സദോ. മടിയൻ മല ചുമക്കുന്ന ഒരു ചൊല്ലുണ്ട്. അതിപ്പോ ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോവ സദോയി എന്ന് പറയുന്ന പ്ലെയറിന്റെ വരവിനെ കുറിച്ചുള്ള വാർത്ത നമ്മൾ കഴിഞ്ഞ സീസൺ അവസാനിക്കുന്നതിന് മുൻപ് മുതൽ തന്നെ കേട്ട് തുടങ്ങിയതാണ്. എന്നിട്ടും അതിനെ പറ്റിയുള്ള വീഡിയോ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാതെ ഇന്നത്തെ ദിവസത്തിനായി കാത്തിരുന്ന കുഴിമടിയനായി ഞാൻ ഇപ്പൊ ഉറക്കം പോലും ഇല്ലാതെ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഫൈനലി നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ആ സൈനിങ് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ, വന്നിരിക്കുകയാണ്. Man, this is a worthy signing. ദിമിത്രിയോസ് എന്ന അംഗീകരിക്കാനാവാത്ത വിടവാങ്ങൽ ചോദ്യത്തിന് എന്തുകൊണ്ടും ഒരു സുന്ദരമായ മറുപടിയാണ് നോവ സദോയി എന്ന് പറയുന്ന ഈ പ്ലെയറിന്റെ സൈനിങ്. നോവ സദോയി എന്താണെന്ന് ഇനി പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ശരാശരി ISL ആരാധകന് അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ള കാര്യം നല്ല രീതിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ദ ബെസ്റ്റ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് സൈനിങ് തന്നെയാണ് നോവ സദോയി. ലെഫ്റ്റ് വിംഗർ ആയിട്ടുള്ള നോവ ആര് മാർക്ക് ചെയ്താലും അവരെ കബളിപ്പിച്ച് അതിവിദഗ്ധമായി എതിരാളിയുടെ ബോക്സിനകത്തേക്ക് ഇടിച്ചു കയറാൻ കെൽപ്പുള്ള ഒരു പ്ലെയറാണ്. ജോഷുവ സോട്രിയോ, ക്വാമെ പെപ്ര, നോവ സദോയും അടങ്ങുന്ന ഒരു കരുത്തുറ്റ മുന്നേറ്റം തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. പ്രീ സീസൺ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് എൻറ്റയർ ബ്ലാസ്റ്റേഴ്സ് ടീം തായ്ലാൻഡിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ കുറച്ച് സീസണുകളിലായിട്ട് ടീം പ്രീ സീസണ് പോകുന്നത് പോലുള്ള ഒരു യാത്രയായിരിക്കും ഇത്. കാരണം ഇതെല്ലാം റീസെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്ലാങ്ക് പേജ് പോലെയാണ്. ഇവിടെ നിന്ന് തുടങ്ങി കോച്ച് മുതൽ പ്ലെയേഴ്സ് വരെ ആദ്യം മുതൽ എഴുതി തുടങ്ങണം, ഫ്രം ദ സ്ക്രാച്ച്. നോവയുടെ ബേസിക് സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 30-കാരനായിട്ടുള്ള നോവ 2 ISL സീസൺ കൊണ്ട് 20 ഗോളുകൾ FC ഗോവയ്ക്ക് വേണ്ടി നേടിക്കൊടുക്കുകയും 14 അസിസ്റ്റുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ സീസണിൽ മാത്രം നോവ സദോയി 11 ഗോളുകൾ നേടിയിട്ടുണ്ട്.
ഇവിടെ മുന്നേറ്റത്തിലെ നോവയേക്കാൾ ആരാധകർ ഇപ്പൊ കൂടുതൽ ചിന്തിക്കുന്നത് മധ്യനിരയിലെ ലൂണ നോവ കോമ്പിനേഷൻ തന്നെയാണ്. രണ്ട് പ്രഗത്ഭരായിട്ടുള്ള പ്ലേയേഴ്സിന്റെ കരുത്തുറ്റ കോമ്പിനേഷൻ എങ്ങനെ ഈ ടീമിന് ഉപകരിക്കും എന്നുള്ളത് നമുക്ക് ആവേശത്തോടെ കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ സൈനിങ് കൂടെ പൂർത്തിയായ സ്ഥിതിക്ക് ടീം ഇപ്പോൾ ട്രാക്കിലായിട്ടുണ്ട്. പ്രീ സീസൺ കഴിഞ്ഞ് വളരെ ബോണ്ടിങ് ഉള്ള ഒരു ടീമായിട്ട് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്ക് കാത്തിരിക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ബൈ.